ഹലോ, വെൽക്കം ടു സി വിത്ത് എൽസ. നമ്മൾ 3 വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് നമ്മുടെ കൃഷ്ണൻകുട്ടി നായർ. അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ വീഡിയോ ചെയ്തിരുന്നു. ആ ഓർമ്മ വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ മരണ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ എന്നോട് അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത ആ ഒരു വ്യക്തി അങ്ങനെ ഈ പയ്യൻ കൊണ്ടുപോയി. അവൻ പോങ്ങുമുട്ടിലാണ് താമസിക്കുന്നത്. ആ പയ്യൻ കൊണ്ടുപോയി വൈകുന്നേരം ഒരു 6-6:30-7 മണി ആയപ്പോഴും കണ്ടില്ല. അപ്പോഴുണ്ട് അവിടുന്ന് ഒരാൾ വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി, കാഷ്വാലിറ്റിയിലാണ്, പെട്ടെന്ന് മോനുണ്ടെങ്കിൽ പറഞ്ഞുവിടാം. ജംഗ്ഷനിലുള്ള എല്ലാവരുടെയും പറഞ്ഞു. അപ്പം ജംഗ്ഷനിൽ നിന്നും കുറേ ആൾക്കാർ എല്ലാവരുമായിട്ട് മെഡിക്കൽ കോളേജിൽ പോയപ്പം കാഷ്വാലിറ്റി കിടക്കണ ആള്. അപ്പം ഈ ബാക്ക് വശമാണ് അടിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ്. പേരൊന്നും എനിക്ക് അന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ സാറിന്റെ പേര് ഞാൻ ഇപ്പോഴാട്ടോ ഞാൻ സംസാരിക്കുമായിരുന്നെങ്കിൽ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. പേരെന്താണ്? എൻ്റെ പേര് രാധാകൃഷ്ണൻ നായർ എന്നാണ്. രാധാകൃഷ്ണൻ നായർ. ഇദ്ദേഹം അന്നേരം നമ്മുടെ ആ ഒരു വീഡിയോ അങ്ങ് വൈറലായ ഒരു സമയത്ത് എന്നെ വിളിച്ചിട്ട് ഞാനാണ് ആ ഒരാള് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോയത്, ഞാനാണ് മോളെ. അപ്പം എന്താണെന്ന് നടന്നതെന്ന് എനിക്ക് പറയണമെന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് സാധിച്ചില്ല. വീണ്ടും ഇപ്പൊ ആ വീഡിയോ നമ്മളുടെ ഒന്ന് വീണ്ടും കണ്ടപ്പോഴും എനിക്ക് വീണ്ടും അങ്ങോട്ട് റിപ്ലൈ തരണമെന്ന് തോന്നി. ഒന്നുകൂടി അതല്ല, എനിക്ക് അതേക്കുറിച്ച് പറയണമെന്ന് തോന്നി നമ്മളെ വിളിച്ചതാണ്. അപ്പോൾ ചേട്ടൻ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. എന്താണ് അന്നത്തെ ദിവസം നടന്നത്? അന്നത്തെ ദിവസം നടന്നതെന്ന് വെച്ചാൽ കൃഷ്ണൻകുട്ടി ചേട്ടൻ എനിക്ക് നേരത്തെ അറിയാം. ഒരുമിച്ച് ഒരു സീരിയൽ, ഒരു ടെലിഫിലിമിൽ ഒരു ഓണം പരിപാടി, അന്ന് വെളുക്ക ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ വഴിക്ക് വീട്ടിൽ പോയി. അന്ന് തന്നെ ഒരു 2 മണി, അന്ന് ഞായറാഴ്ച ദിവസമുള്ളൂ. ആ ഞായറാഴ്ച ദിവസം അന്ന് മലയാള സിനിമ അന്ന് ദൂരദർശനിൽ ഉച്ചയ്ക്ക് അത് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് എൻ്റെ മോളുണ്ടായിരുന്നു, 3-4 വയസ്സാണ്. മോളെൻ്റെ അടുത്ത് വെച്ചാൽ ഒരു അപ്പൂപ്പൻ വന്നിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് നേരെ വിളിച്ചതും കൃഷ്ണൻകുട്ടി ചേട്ടൻ. അപ്പം പിന്നെ ഞാൻ ചെട്ടിപ്പോയി, കാരണം പ്രതീക്ഷിക്കാതല്ലേ വന്നത്. അപ്പോൾ ഞാൻ എന്ത് കേട്ടാന്ന് ചോദിച്ചു. ഒരു വർഷം ഞാൻ ഹരിയിൽ അവിടെ വന്നതാണ്. അപ്പോൾ എൻ്റെ മകളുടെ കല്യാണത്തിന് ഫോട്ടോ എടുത്ത് NL ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണൻ ചേട്ടൻ ഇതുവരെ 3 മാസമായിട്ടും നമുക്ക് ആ കോപ്പി തന്നില്ല. ശേഷം ഒന്ന് അതുവരെ പോകാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പോകാൻ ചേട്ടാ കയറിയിട്ടെന്ന് പറഞ്ഞ് ചായ ഒക്കെ കൊടുത്തു. കുറേ കഴിഞ്ഞിട്ട് മോളെ മോക്ക് മുട്ടായി ഒന്ന് മാഞ്ചിലൂടെ ഉള്ളതായിട്ട് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങി വണ്ടിയിൽ, എൻ്റെ സ്കൂട്ടറിലായിരുന്നു. നേരെ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ കൃഷ്ണൻകുട്ടി ചേട്ടൻ ഇത്തിരി ഓവറായിരുന്നു. നമുക്ക് ആട്ടോ ഓടിച്ചു പോകാന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻകുട്ടി ചേട്ടൻ തന്നെ പറഞ്ഞു, വേണ്ട രാഷ്ട്രം എന്നെ ശ്രീയരത്താക്കി തന്നാൽ മതി. ഞാൻ അവിടെ നിന്ന് ആട്ടോ ഓടിച്ച് ബാലകൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി കോപ്പി വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പൊയ്ക്കോളാം. അപ്പോൾ ഒറ്റ മിനിറ്റ്, നമ്മളോട് അന്ന് അമ്മ സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഒരു പയ്യൻ അമ്മേന്റെ അവിടെ ആ വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നെന്നായിരുന്നേ. അങ്ങനെയല്ല, ഒരിക്കലും അല്ല. കാരണം ആയിരിക്കാം, ഞാനല്ല. പക്ഷേ ആരോ അവര് പറഞ്ഞത് ശരിയായിരിക്കാം. അല്ലല്ല, അത് ഉറപ്പാണ്. കാരണം എനിക്കാണെങ്കിൽ ഞാൻ പറയുമല്ലോ, എനിക്കങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സ്കൂട്ടർ ഓട്ടിച്ചത് ആക്സിഡന്റ് നടന്നതൊക്കെ എൻ്റെ വണ്ടി തന്നെയാണ്. പക്ഷെ അന്ന് അവിടെ വേറെ ആരോ ചേട്ടനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലേ? അത് വേറെ ആരോ ആണ്. അതിനുശേഷം എങ്ങനെയോ വീട്ടിൽ വന്നു. പിന്നെ അപ്പോഴും ഞാൻ പറഞ്ഞു ശ്രീയരത്താക്കി കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ പോയിട്ട് വാ, നമുക്ക് പിന്നെ ഒരു ദിവസം കാണാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി. എൻ്റെ സുഹൃത്തുണ്ട് ഒരു ഷാജി എന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അവിടെ ചെന്ന് ഞാൻ ഇങ്ങനെ 1 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് വീണ്ടും ഞാൻ തിരിച്ച് വീട്ടിൽ വരാൻ നേരം ശ്രീയരത്ത് നമുക്ക് കൃഷ്ണൻകുട്ടി ചേട്ടൻ പോയിട്ടില്ല. ഈ ശ്രീയരത്ത് ഒരു ബാറുണ്ട്, അവിടെ അടിച്ച് നല്ല ഫോമാറ്റ് വന്നു. അപ്പം ഞാനും കൂടെ ഇറങ്ങി ചെന്നു. ഉള്ള സത്യം കൂടെ ചെന്ന്, ഞാൻ അങ്ങനെ മദ്യപിക്കുന്ന കൂട്ടത്തിലും അല്ല. അപ്പം അതിലെ മുതലാളിയുണ്ട്, ജോഷി മുതലാളിയുണ്ട്. അങ്ങേരെ റൂമിലാണ് ഇത് മദ്യപിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹത്തിന് ഇത്തിരി ഇത് കൊടുത്ത് മറ്റുള്ള ലോക്കലുമായിട്ട് ഇരുത്തിക്കാതെ അഭിനേതാവാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പോഴും ഞാൻ ചേട്ടാ നമുക്ക് ആട്ടോ പിടിച്ച് പോയാലോ വൈപ്പമൂട് വരെ. ഇപ്പം വേണ്ട, പോകാൻ പറ്റില്ല, എൻ്റെ ബന്ധുക്കളുണ്ട്, ഞാൻ അവിടെ കൂടെ ഇരുന്ന് അമ്മയെ ചേച്ചി ആരാ ഉണ്ട്, അവരെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പോങ്ങുമുട്ട് ഒരാൾക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വണ്ടിയിൽ കയറുന്നു, സ്കൂട്ടറിൽ. പക്ഷേ ഈ കൃഷ്ണൻകുട്ടി ചേട്ടനല്ലേ, ആൾക്കാർ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ കൈ കാണി, ആൾക്കാർ കാണി. ഇവൻ കൃഷ്ണൻകുട്ടി ചേട്ടൻ ആട്ടോൻ്റെ സിനിമ നടനാണ്. ഞാൻ ചേട്ടൻ 2 ബീലാണ് എന്നെ കെട്ടിപ്പിടിച്ചിരുന്ന് കൈ എടുക്കില്ലെന്ന് പറഞ്ഞു. ശരി, ഇനി ഞാൻ കൈ കാണിച്ചു. കല്ലമ്പള്ളി ഇതേപോലെ ആ തടിക്കടയിൽ അവിടെ യൂണിയൻ കാറ്റിരുന്നു, അവരാരെ കൈ കാണിച്ചു. അന്ന് ഈ പുതിയതായിട്ട് ടാറ് നടക്കുന്ന സമയമായിരുന്നു. അപ്പം ഈ റോഡിനെ കാട്ടി ഒരടി താഴ്ചയിൽ കുഴിയാണ്. അപ്പം ബാലൻസ് തെറ്റിയപ്പോൾ ആ കുഴിയിലാണ് വണ്ടി വീണ് ഞങ്ങൾ 2 റോഡിൽ വീണു. ഇതാണ് കറക്റ്റായിട്ട്. എനിക്കാണ് ഹെഡ് ഇഞ്ചുറിയും ബോധമില്ല. ബാക്കി എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ചേട്ടനും ഹെഡ് ഇഞ്ചുറി ആയിട്ട് ആക്സിഡന്റിൽ വീണു. എനിക്കാണ് ഏറ്റവും സീരിയസ് ആയിരുന്നു. കാരണം ഹെഡ് ഇഞ്ചുറി എന്ന് വെച്ചാൽ മൂക്കിന്ന് വായിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരുന്നു. നോക്കിയത് മാർത്താണ്ഡം എന്ന് പറഞ്ഞ ഡോക്ടറാണ്, ഫേമസ് ഡോക്ടറാണ്. അത് എൻ്റെ ചേട്ടനൊക്കെ എല്ലാം അവിടെ വന്നപ്പോഴാണ് പറഞ്ഞു, ഇങ്ങനെ 48 മണിക്കൂർ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അല്ല, ഒന്നും പറയാൻ പറ്റില്ല.
നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഹോസ്പിറ്റലിൽ യൂണിയൻകാർ അടുത്ത ആൾക്കാരുടെ അടുത്തോണ്ട് പോകുന്നു. ആണ് അവരാണ് കൊണ്ടുപോയെന്നൊക്കെ ചേട്ടൻ പിന്നീടാണ് അറിഞ്ഞത്? പിന്നീടാണ് ഞാൻ അറിയുന്നത്, കാരണം എനിക്ക് ബോധമില്ലല്ലോ. എത്ര ദിവസം കഴിഞ്ഞിട്ട് ചേട്ടൻ ഓർമ്മ? എനിക്ക് 4-5 ദിവസമായി. പക്ഷെ അതൊരു മരുന്നൊക്കെ എനിക്ക് ഒരു തരുന്ന മരുന്നൊക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണൻകുട്ടി നായർ സാറിന് അത് മരുന്നിനോട് പ്രതികരിക്കുന്നില്ല. കാരണം ഞാൻ ഈ ബെഡിൽ കിടക്കുന്ന സമയത്തൊക്കെ കൃഷ്ണൻകുട്ടി ചേട്ടൻ അദ്ദേഹത്തിന്റെ ബെഡിൽ നിന്ന് എന്റെ ബെഡിൽ ഒന്ന് ഇരിക്കും, രാഷ്ട്രം എന്ന് വിളിക്കും. അത് എനിക്കറിഞ്ഞിട്ട് എന്റെ ഭാര്യയും ചേട്ടനൊക്കെ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു. യാതൊരു കുഴപ്പമില്ല. 2 ദിവസം വരെ ഒരു കുഴപ്പമില്ല. ഈ 2ാമത്തെ 3ാമത്തെ ദിവസം എനിക്ക് ബോധം വന്ന ആ സമയത്ത് കഥ പറയുമ്പോഴല്ലേ കൃഷ്ണൻകുട്ടി ചേട്ടന്റെ ബോധം അങ്ങ് പോകും. ഇതാണ് സത്യം. എനിക്ക് ബോധം വന്നു തുടങ്ങിയ ആ സമയത്ത് കൃഷ്ണൻകുട്ടി ചേട്ടൻ അതേ ബെഡിൽ തന്നെ. പിന്നെ അവസാനം പിന്നെ മരുന്നൊക്കെ റിജക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മറ്റേ ICU അങ്ങ് കയറ്റി. പിന്നെ മരണം വരെ അവിടെ ആയിരുന്നു. 1 മാസം കഴിഞ്ഞാണ് മരിക്കുന്നത്. പിന്നെ എനിക്ക് സംഭവിച്ചെന്ന് വെച്ചാൽ രുചിയോ മണമോ ഒന്നുമില്ല. അപ്പോൾ ഡോക്ടർമാർ കണ്ടോണം അദ്ദേഹത്തിന് പോയി കണ്ടു പറഞ്ഞ് നോക്കാം 10 മാസം വരെ ഈ ഗുളിക കണ്ടിന്യൂ ചെയ്യും. പിന്നെ അതിനകത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ കിട്ടൂല എന്ന് പറഞ്ഞു. രുചിയില്ല, മണമില്ല, നമുക്ക് വിശപ്പോലും ഇല്ല, അറിയില്ല. പിന്നെ ആ കഴിക്കുന്നു എന്നുള്ളതല്ലാതെ അതൊന്നുമില്ല. പക്ഷെ ഈ ഗുളിക കണ്ടിന്യൂ ചെയ്തതുകൊണ്ട് 10 മാസമായപ്പോൾ ഒരു പൂവെടുത്ത് മണം വെച്ച് വെക്കും. പെട്ടെന്നൊരു മണം കിട്ടി ഒരു പ്രാവശ്യം. ഡോക്ടറെ പോയി കണ്ടു, ഇങ്ങനെ കാര്യം പറഞ്ഞു, പെട്ടെന്നൊരു മണം കിട്ടിയെന്ന് പറഞ്ഞു. പേടിക്കയില്ല, 2 മാസം കൂടെ ആ ഗുളിക കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. 1 വർഷം കറക്റ്റ് പൂർത്തിയായതിന് ശേഷവും എനിക്ക് ഈ മണവും രുചിയൊക്കെ കിട്ടുന്നു കറക്റ്റായിട്ട്. എൻ്റെ ഇപ്പോഴും ആ സർട്ടിഫിക്കറ്റ് ഹെഡ് ഇഞ്ചുറി എന്നെ മാറ്റിയിട്ടതാണ് മാർത്താണ്ഡം പിള്ള എന്നുള്ള ഡോക്ടർ ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. കാരണം എനിക്ക് പിന്നെ ഈ ആക്സിഡൻറ്റിന് 5 മാസം വരെ തലയ്ക്കകത്തെ ഈ കടന്തൽ മുഴങ്ങൂല, ഈ തേനീച്ചരെ മുഴക്കം ഭയങ്കരമായിരുന്നു. ഉറക്കം പോലും കിട്ടൂല, കാരണം എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറേ അനുഭവിച്ചു. പക്ഷേ ഇടയ്ക്ക് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ വൈഫ് സംസാരിക്കുന്ന ഒരു ഇത് കേട്ടു. അതിൽ ആക്സിഡൻറ്റ് നടന്ന ആള് മുങ്ങിക്കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചേട്ടൻ ഒരു പോലീസുകാരനും ചേട്ടനാണ്. ആക്ച്വലി സാറിന്റെ ബ്രദർ എന്താ ചെയ്യണേ? എന്റെ ചേട്ടൻ SI ആണ്, വിജിലൻസിലാണ്. പക്ഷെ ചേട്ടൻ ഈ ഗ്യാസുമായിട്ട് യാതൊരു, കാരണം അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരനല്ല. കാരണം പോലീസിലേ ജോലി കിട്ടുള്ള ആളല്ല, അത്ര പാവം പിടിച്ചൊരാളാണ്. ഈ കൃഷ്ണൻകുട്ടി നായർ സാറിന്റെ ഭാര്യ എന്ന് പറഞ്ഞാലും ഒരു പഞ്ചപാവ സ്ത്രീയാണ്. അതിലൊരു പാവം, ഒരു സാധാരണക്കാരിയായ അമ്മയാണ്. നമുക്കറിയാം, അറിയാമല്ലോ, ചേട്ടനും അറിയാമല്ലോ. എനിക്ക് തോന്നുന്നു അമ്മ ഇത് ഡയറക്റ്റ് ഒന്നും കണ്ടിട്ടില്ല. അമ്മയോട് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ അമ്മയ്ക്ക് അറിയുള്ളൂ. അമ്മയ്ക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും. ചേട്ടന്റെ ചേച്ചിക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ എന്റെ ചേട്ടനാണ് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതും. ഈ ആക്സിഡന്റ് ഒന്നും മരിച്ചില്ലേ, അതിനുശേഷം എന്തൊക്കെയാണ് ചെയ്യാനുള്ള രീതികളെല്ലാം പിന്നെ എല്ലാം പ്രതിയാക്കണമെന്ന് അവർ പറഞ്ഞിട്ട് ചേട്ടൻ അത് വേണ്ട, അവന് വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, പിന്നെ അവന് ആൽക്കഹോൾ ഇല്ല. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് എത്ര കിട്ടുന്നു അത് ചെയ്യാനുള്ള ഞാൻ ചെയ്തു തരാം, അല്ല അവനെ പ്രതിയായിക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ അതിലെഴുതിയിരുന്നത് മറ്റേ ആളിനെ പറ്റി ഒരു വിവരമില്ല. ഞാൻ പക്ഷേ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കായിരുന്നു. അത് ആ ഒരു നമ്മുടെ ഇന്റർവ്യൂ അത് വൈറലായിപ്പോയി. ഇപ്പൊ വീണ്ടും ഒരുപാട് പേര് ആ ഇന്റർവ്യൂ കാണുന്നു. അപ്പൊ ചേട്ടനൊരു വിഷമം, കാരണം ചേട്ടൻ ഇങ്ങനെയായിരുന്നല്ലോ സംഭവം. അത് മറ്റു പലരും പറഞ്ഞിട്ട് ആ അമ്മയ്ക്ക് ഒരു തെറ്റിദ്ധാരണ വന്നേക്കുന്നതാണ്. അതുകൊണ്ടാണ് അമ്മ എന്നോട് ഇത് കഴിഞ്ഞ പേഴ്സണലി പറഞ്ഞു എനിക്ക് ആ പയ്യനെ ഒന്ന് കാണണമെന്ന് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇത്രയും നാളും കഴിഞ്ഞല്ലോ, ഈ 10-24 വർഷമോ 29 വർഷമോ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തന്നെ അമ്മയെ കാണുന്നതും ഇതൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ അത്രയും നാളത്തെ ഒരു ഗ്യാപ്പിലും പല കാര്യങ്ങളും അമ്മ മറന്നും പോയിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ പലരും പറഞ്ഞു കേട്ടതല്ലേ, പക്ഷെ അത് ചേട്ടനതൊരു വിഷമമായി മാറി അല്ലേ? ഞാൻ ഈ പല പ്രാവശ്യം ഈ കൃഷ്ണൻകുട്ടി ചേട്ടന്റെ വീട്ടിൽ പോയി ആഗ്രഹിച്ചു. അപ്പോഴാണ് ഈ ഇന്റർവ്യൂവിൽ എന്നെ അറിഞ്ഞൂടാന്നൊക്കെ പറഞ്ഞത് എന്താണ്. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കാത്തത്, കാരണം നമ്മളെ അറിഞ്ഞൂടാന്ന് പറഞ്ഞവരെ. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ വൈഫ് പോരാത്തതുകൊണ്ട് എൻ്റെ വൈഫ്, എൻ്റെ ചേട്ടൻ, ഇവരെല്ലാവരും കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ മരണത്തിന് പോയിരുന്നു. അടക്കം കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് വന്നത്. എല്ലാ കാര്യവും അവർക്കറിയാം. കാരണം എൻ്റെ ചേട്ടൻ പറഞ്ഞു എല്ലാം നിങ്ങൾക്ക് കിട്ടാളെല്ലാം ചെയ്തു തരാം, വേറെ കുഴപ്പമൊന്നുമില്ല, അതെല്ലാം ചെയ്തു കൊടുത്തത്. പിന്നെ അറിഞ്ഞൂടാന്ന് പറഞ്ഞൊരു മംഗളം വീക്കിലി ഇല്ലേ, അതിൻ്റെ ഫ്രണ്ട് പേജില്ലേ, അതിൽ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. അതിൽ എന്നെ അറിഞ്ഞേ കൂടാന്ന് പറഞ്ഞ് അത് വായിച്ചു. എൻ്റെ ഒരു സുഹൃത്തം എന്നെ വിളിച്ചു പറഞ്ഞു മംഗളം വീക്കിലി എന്നിടത്ത് വാങ്ങിച്ചു നോക്കാൻ പറഞ്ഞു. എന്നെപ്പറ്റി യാതൊരു വിവരവും ഇല്ല, എന്നെ നന്നായിട്ട് അറിയാം. ചേട്ടൻ എന്താ ചെയ്യണേ ആക്ച്വലി ഇപ്പോ? ഞാൻ തിരുവനന്തപുരത്ത് ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ആർക്കിടെക്ട് ശങ്കർജി ഉണ്ട്, വേൾഡ് ഫേമസ് ആർക്കിടെക്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സൈറ്റ് സൂപ്പർവൈസർ, പിന്നെ മൊത്തം സൈറ്റുകളൊക്കെ കോൺട്രാക്ട് എടുക്കാറുണ്ട്. സൈറ്റുകളെ മൊത്തം കോൺട്രാക്ട് എടുത്ത് തീർത്ത് കൊടുക്കാറുണ്ട്.
പിന്നെ അതിന്റെ ഇടയിൽ കൂടെയാണ് അഭിനയവും. സീരിയല് അല്ലേ? അന്നത്തെ ആ ഒരു ഇത് ഇപ്പോഴും വിട്ടിട്ടില്ല, ഇടയ്ക്കൊക്കെ അഭിനയിക്കുന്നുണ്ട്. അഭിനയിക്കുന്നുണ്ടാവും. ഞാൻ ഇപ്പൊ തന്നെ 40 സീരിയൽ കഴിഞ്ഞു. 20 മലയാള സിനിമ. അതിന് 4-5 ഡയലോഗും കാര്യങ്ങളും ഉള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നത്. 40 സീരിയൽ നല്ല. ഞാൻ ഇപ്പൊ ആത്മയുടെ മെമ്പറാണ്. നമുക്ക് അവിടെ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് പോകുന്നു. പക്ഷേ കൃഷ്ണൻകുട്ടി ചേട്ടൻ മരിക്കാതിരുന്നെങ്കിൽ ചിലപ്പം ഞാൻ നല്ല അറിയപ്പെടുന്നൊരു നടനാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി കെ മധു എന്നുള്ള ഡയറക്ടറുണ്ട്, മധു ചേട്ടൻ. അവിടെയൊക്കെ എനിക്ക് റെക്കമെൻഡ് ചെയ്താണ്. അന്ന് ബാലചന്ദ്ര മേനോനും മറ്റേ സുരേഷ് ഗോപി ചേട്ടനും ഒക്കെ അഭിനയിക്കുന്ന ഒരു സിനിമ, തലസ്ഥാനം, പേര് ഞാൻ മറന്നുപോയി. അതിൽ നല്ലൊരു വേഷമാണ് എനിക്ക് വെച്ചിരുന്നത്. കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞിട്ട് തന്നെയാണ്. കൃഷ്ണൻകുട്ടി ചേട്ടനും അത് വേഷമുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേർക്കും അഭിനയിക്കാൻ പറ്റിയില്ല. ഷൂട്ടിംഗ് തുടങ്ങുന്ന ഒരാഴ്ച മുമ്പ് ആക്സിഡന്റുകളാണ്. അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പോയത്. കാരണം എനിക്ക് നല്ല കാര്യമായിരുന്നു. പിന്നെ അവർക്കൊക്കെ എന്നെ അറിഞ്ഞൂടാന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം. എന്ത് ചെയ്യാം, കൃഷ്ണൻകുട്ടി ചേട്ടൻ വരും. ഞാൻ ഇടയ്ക്ക് ആ വഴി കൂടെ പോയതാണ്. കൃഷ്ണൻകുട്ടി ചേട്ടന്റെ ഫോട്ടോ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ കയറി പോകണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി. എന്നെ കണ്ടാലും തിരിച്ചറിയില്ല അവരെ. വേണമെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പറയാം. പിന്നെ കൃഷ്ണൻകുട്ടി ചേട്ടന്റെ മോൻ എനിക്കൊന്ന് 4-5 വർഷം മുമ്പ് അങ്ങോട്ട് ശിവൻ എന്നെ ഒരിക്കൽ ഫോണിൽ കൂടെ വിളിച്ചിരുന്നു. അത് എൻ്റെ ഒരു സുഹൃത്തും ശിവനും കൂടെ ഏതൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീധരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ മോൻ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, സംസാരിക്കണമെന്ന് ചോദിച്ചു. ഞാൻ സംസാരിച്ചു. പിന്നെ ശിവൻ്റെ കൊടുത്തു. ഞങ്ങൾ നമ്മൾ കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ശിവൻ ഇപ്പം ചേർത്തില്ലേ, ആ ഭാഗത്ത് എവിടെയാണ്, ആലപ്പുഴ എവിടെയാണെന്ന് തോന്നുന്നു. ഗവൺമെന്റ് ജോലി ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, കൃഷ്ണൻകുട്ടി നായർ സാറിനെ പരിചയപ്പെടുന്നത് ഈ നാട്ടുകാരനാണെന്നുള്ള രീതിയിലാണോ, അതല്ലെങ്കിൽ ആ സീരിയലിൽ അഭിനയിക്കുമ്പോഴാണ്? കൃഷ്ണൻകുട്ടി ചേട്ടന്റെ ബന്ധുക്കളെല്ലാം പോങ്ങമുട്ടിലുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ ചേച്ചി. അത് പക്ഷെ അങ്ങനെ ഒരു ബന്ധം എനിക്കില്ല. ഞങ്ങൾ ഈ സീരിയലിൽ, ഈ ടെലിഫിലിമിൽ അഭിനയിക്കാൻ പോയപ്പോഴുള്ള ബന്ധമാണ്. ആദ്യമായിട്ട് പരിചയപ്പെടുന്ന അവിടെ വെച്ചാണ്. അതിലൊന്ന് മറ്റേ മാവേലിക്കര പൊന്നമ്മ, മണിയമ്പിള്ള രാജു, ജഗദീഷ് ഏട്ടൻ, ഇവരെല്ലാരും ഉണ്ട്. ഒരു പ്രസീത എന്നൊക്കെ പറഞ്ഞ് എല്ലാരും ഉള്ളതാ. ഒരു ഓണം രാത്രി 12-1-2 മണിക്കൊക്കെ തീരുന്നു. ഉറക്കൊഴിഞ്ഞ് ഉള്ള പരിപാടിയായിരുന്നു. അവിടെ വെച്ചാണ് പരിചയപ്പെടും. പിന്നെ പക്ഷെ പരിചയപ്പെട്ടപ്പോൾ തന്നെ എൻ്റെ ഒരു സുഹൃത്തിനൊരു മലയൻകീഴൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് കൃഷ്ണൻകുട്ടി ചേട്ടനെ കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ കൊള്ളാം. അദ്ദേഹം എല്ലാവർക്കും എല്ലാം ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു അല്ലേ? എല്ലാം. കാരണം ഒന്നും നോ എന്ന് പറയില്ല. എല്ലാം എനിക്കറിയുള്ളതാണ്. അഭിനയിക്കാൻ ഇഷ്ടമായ സിനിമയിലൊക്കെ നല്ല വേഷമല്ലേ ചെയ്യുന്നത്. പക്ഷേ 1000 രൂപയും ആട്ടോയിൽ കൊണ്ട് അവിടെ ഇറക്കി കൊടുത്തിട്ട് പോക്കളാം. ആരും മുഖം കൊടുക്കില്ല. ആട്ടോയിൽ കൊണ്ടിറക്കുക 1000 രൂപയും കൊടുക്കും പറഞ്ഞു. നല്ല ഫിറ്റാക്കി. ഇത് തന്നെയാണ് സത്യം. എൻ്റെ എപ്പോഴും വേഷം. എൻ്റെ 5 പൈസ ഇല്ല. പെൻഷൻ കിട്ടുന്ന പൈസ ഉണ്ട്. ഇവരൊക്കെ എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അറിയാം. കാരണം എന്തെങ്കിലും സംസാരിച്ച പിന്നെ നാളെ ഒരു വേഷം കാണില്ല. കാരണം ഇവരൊക്കെ ഈ ഇൻഷുറൻസിനെ പോലെയൊക്കെ ഒരുമാതിരി കൊടക്കമ്പി അങ്ങനത്തെ പേരൊക്കെ പറഞ്ഞില്ല വിളിച്ച് ഒന്നും കളിയാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇവർക്കൊരു വേഷം കിട്ടാതെ വരുമോ എന്നൊക്കെ. പക്ഷെ നല്ലൊരു അഭിനേതാവാണ്. കാക്കൊത്തി കവില പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കൃഷ്ണൻകുട്ടി ചേട്ടൻ ഇടയ്ക്ക് ഒരു ഫേസ്ബുക്കിൽ അല്ല യൂട്യൂബിലാണെന്ന് തോന്നുന്നു, ഈ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ ഒരു ഈ ആർട്ടിക്കിൾ വന്ന സമയത്ത് അതിലൊരുത്തൻ കമന്റ് ഇട്ടിട്ടുണ്ട്, എന്നെ കിട്ടിയ അവനെ ജീവിച്ചിരിപ്പുണ്ടാവും, വെള്ളം ചാവും എന്നൊക്കെ പറഞ്ഞ അതിലൊരു കമന്റ്. പക്ഷെ അത് അതുകൊണ്ടാണ് ഇതൊക്കെ ഇനി വരുമെന്നുള്ളത്. പക്ഷെ അത് ഞാൻ കാണുന്നില്ല. ഇത് എൻ്റെ മോള് കണ്ട്. മോളെന്ന് വെച്ചാൽ ഞാൻ വാട്സപ്പിൽ ഒരു ഇത് ഇട്ടിട്ടുണ്ട്, നോക്കാമെന്ന് യൂട്യൂബ്. ഒരുത്ത കമന്റ് ഇട്ടിരിക്കുന്നു, അവൻ വെള്ളം ഇറങ്ങുന്ന വെച്ചാൽ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. എൻ്റെ മോള് ജർമ്മനിയിലാണ്. അവൾ അവിടെ ഇരുന്നാണ്. ഞാൻ എന്നിട്ട് അവള് തിരിച്ചവന് മറുപടി കൊടുക്കുന്നതുകൊണ്ട് കമന്റ് എന്നിട്ട് തിരിച്ച് അവൾ അങ്ങനെ എന്നെ വിടും. എന്നെ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ വിടൂല. ഒരു മോളാണോ ചേട്ടനുള്ളത്? രണ്ടുപേരും. ഒരാള് ലണ്ടനിലാണ്. മൂത്ത മോള് ജർമ്മനിയിൽ BSc നഴ്സിംഗ് ആണ്. രണ്ടാമത്തെ മോള് ലണ്ടനിൽ MBA. അവളവിടെ ജോലി. അവളും ഫാമിലി അവിടെ തന്നെ. രണ്ടുപേരും കെട്ടിച്ചു വിട്ടു. അതായത് നമ്മളൊരു ഓർമ്മ, ഒരു എന്താ പറയുക, ഒരു സ്നേഹാഞ്ജലി പോലെ ചെയ്യുന്നതാണ് മെമ്മറി വീഡിയോസ്. അപ്പോൾ അതിനകത്ത് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അമ്മയുടെ ഭാഗം അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു. പക്ഷെ അങ്ങനെ തെറ്റിദ്ധാരണ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരം തീരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും അപ്പൊ നേരിട്ട് കാണാൻ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കയറി കാണുമായിരിക്കും. അങ്ങനെ ഉണ്ടാവുമല്ലോ മനുഷ്യന്റെ കാര്യം അല്ലേ? അതായിരിക്കും. പക്ഷെ അതേപോലെ തന്നെ ഇദ്ദേഹം അതോർത്ത് വേദനിക്കാണ്. എനിക്കത് എന്റെ കയ്യിൽ നിന്ന് നമ്പർ പോയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഇതിന് മുന്നേ ചെയ്യേണ്ട ഒരു ഇദ്ദേഹം പറയേണ്ടതായിരുന്നു. ഞാനും അന്ന് സേവ് ചെയ്തില്ല. ഈ യൂട്യൂബിൽ കണ്ട ആ സമയത്ത് നമ്പറിൽ വിളിക്കണേ. ഇപ്പോഴും വീണ്ടും ഞാൻ അത് വിളിച്ചതാണ്. അപ്പൊ അത് എന്താ അതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അവർക്ക് ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. എന്നെ അറിഞ്ഞൂടാന്ന് പറഞ്ഞതാണ്. എന്റെ ചേട്ടൻ SI ആണ് വിജിലൻസിലെ. അതൊക്കെ അവരറിയണം. പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും എനിക്ക് വേണ്ടി ഒരു ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹം വന്നപ്പോഴേ ഞാൻ ഹെഡ് ഇഞ്ചുറി ആശുപത്രി ഡോക്ടറെ ഓടി അന്വേഷിച്ച് കണ്ടുപിടിച്ച് നടക്കുന്ന ആളാണ്. അതിൻ്റെ ഇടയ്ക്ക് കേസ് അന്വേഷിക്കാൻ പോകും. ജീവൻ പോലും
നിലനിൽപ്പില്ലാതെ നിൽക്കുന്ന സമയമാണ്. വിധി വന്ന സമയത്തെ ഒരു പത്രത്തിൽ മാത്രം പ്രതിയിൽ നിന്ന് ഈടാക്കാനാണ് പറഞ്ഞിരുന്നത്. ബാക്കി പത്രങ്ങളിലെല്ലാം ഇൻഷുറൻസ് കമ്പനിക്കാരിൽ നിന്നാണ് ഈടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ പ്രതിയിൽ നിന്നായപ്പം ആ പ്രതിയായിട്ട് ഒരു സങ്കല്പിച്ച ഞാനും അങ്ങ് പെട്ടുപോയി. കാരണം എനിക്ക് ആരെ വിളിക്കണം എന്ത് വിളിക്കണം യാതൊരു പിടിയില്ല. കാരണം നമ്മുടെ എൻ്റെ ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിന്റെ ചെയർമാൻ വരെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രതിയിൽ നിന്ന് ഈടാക്കാൻ എന്താണ്, ഏറ്റവും വലിയ അറിവുള്ള ആളാണ് അദ്ദേഹം പോലും ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം. പിന്നെ എൻ്റെ ചേട്ടൻ തന്നെ വഞ്ചൂർ കോടതി പോയി വക്കീലിനെ കണ്ട് ഇങ്ങനെ എന്താണ് ഇതിന്റെ പ്രതി എന്ന് പറഞ്ഞ ഇദ്ദേഹമല്ല, ഇൻഷുറൻസ് കമ്പനിയാണ്, ഇദ്ദേഹത്തിന് വെറുതെ വിട്ടല്ലോ. പ്രതിയിൽ നിന്നെന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ച ഇൻഷുറൻസ് കമ്പനിക്കാരാണ്, അവരാണ് മൂന്നാമത് ഉള്ള പ്രതി, അവരിൽ നിന്ന് ഈടാക്കാനാണ്. 12 ലക്ഷം രൂപ അവർക്ക് കിട്ടി. 12 ലക്ഷം എന്ന് വെച്ചാൽ ഇന്നത്തെ കണക്ക് നോക്കണമെങ്കിൽ അറിയാലോ, 25 വർഷം മുമ്പ്. അപ്പൊ ഒരു ഇന്നത്തെ 1.25 കോടി രൂപയെങ്കിലും ആവും തോന്നുന്നു അല്ലേ? 25 വർഷം മുമ്പുള്ള പൈസ വരുമാനം സിനിമാ ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടില്ല. 1000 രൂപ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവച്ചു കൊടുക്കും, ആട്ടയിൽ വന്ന് ഇറക്കും, വെള്ളം അടിക്കും, മൂക്കൂട്ട് രാവിലെ ആകുമ്പോൾ ഇതേപോലെ തന്നെ വരും, ആട്ട വരും, വിളിച്ചോണ്ട് പോകും. ഇതൊക്കെ ഡെയിലി ഇതൊക്കെ തന്നെയായിരുന്നു. അതായത് സിനിമയിൽ നിന്ന് സമ്പാദ്യം ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, അത് അമ്മ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ആ 3 മക്കളും പെൻഷൻ ആയ സമയത്ത് ആണ് വീട് വെച്ചത് അവര്. അപ്പൊ ആ ഒരു വീടും അല്ലാതെ അദ്ദേഹത്തിനൊരു സമ്പാദ്യവും ഇല്ല എന്നുള്ളത് അമ്മ പറയുന്നുണ്ട്. ചാച്ചു കണക്കിന് പാവമാണ്, ആരും പറഞ്ഞു പോകുന്ന രീതിയിൽ പറഞ്ഞു. തെറ്റിദ്ധാരണ കൊണ്ടാണ്. ആ തെറ്റിദ്ധാരണ മാറാൻ ഇടവരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേട്ടനും കുറെ വിഷമിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും, കാരണം എനിക്കൊരു പ്രാവശ്യമെങ്കിലും ആ ചേച്ചിയെ പോയി കാണണമെന്നുണ്ടായിരുന്നു. കാരണം സത്യാവസ്ഥ ബോധം. പിന്നെ ഇങ്ങനെയൊക്കെ വന്ന ഇന്റർവ്യൂവും പത്രങ്ങൾ മറ്റു വീക്കിലികളിലൊക്കെ വന്നപ്പോഴും പിന്നെ മനസ്സാകെ തളർന്നു. പിന്നെ പറഞ്ഞിട്ടും കഥയില്ല. കാരണം ഞാൻ പറയുന്ന ഒരു കേൾക്കൂല്ലെന്നൊന്നും എനിക്ക് ഒരു വിശ്വാസമില്ല. അതങ്ങനെയാണ് അവർ തകർത്ത് പറഞ്ഞത്. പയ്യനെ പറ്റി യാതൊരു വിവരമില്ല, ആരാണ് എന്താണ്. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഒരു പോലീസുകാരനാണ്, പോങ്ങുമൂട്ടിലാണ് താമസിക്കുന്നത്. അതൊക്കെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഇന്റർവ്യൂലാണോ? അല്ല, വേറെ 2-3 എണ്ണത്തിൽ ഉണ്ടായിരുന്നത്. പോങ്ങുമൂട്ടിലാണ്. ഈ ആക്സിഡന്റ് ആയപ്പോൾ അയാൾ കഴിച്ച് ഓടിക്കളഞ്ഞു. അത് ഞാൻ കണ്ടതാ, യൂട്യൂബിൽ കണ്ടതാണ്. ഓടിക്കളഞ്ഞു. അദ്ദേഹത്തിന്റെ ചേട്ടൻ ഒരു പോലീസുകാരനാണ്, അദ്ദേഹമാണ് അദ്ദേഹത്തിനെ ഒളിപ്പിച്ച് മാറ്റിയതും. പക്ഷെ ആ സമയത്തും കൃഷ്ണൻകുട്ടി നായർ കാട്ടി ഹെഡ് ഇഞ്ചുറി ആയിട്ട് ഞാൻ ആശുപത്രി തന്നെയാണ്. കാരണം ഇന്ന് അതിന് തെളിവായിട്ട് ഇന്നും ആ കല്ലമ്പള്ളി ജംഗ്ഷനിൽ യൂണിയൻകാർ നിരന്നിരിപ്പുണ്ട്. അവരിന്ന് എന്നെ കാണുമ്പോൾ പറയും എങ്ങനെ രക്ഷപ്പെട്ടു. കാരണം അവരല്ലേ എന്നെ കൊണ്ടുപോകണം ആശുപത്രി. ഞങ്ങൾ 2 പേരും എടുത്തുകൊണ്ട് പോകുന്നവരാണ്. പക്ഷെ നല്ല യൂണിയൻകാരായിരുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ കഴുത്തിൽ അന്നൊരു 3.5 പവൻ്റെ മാലയുണ്ടായിരുന്നു. നീ ബോധമില്ല, ആരെടുത്തോണ്ട് പോയാലും അറിയാൻ പറ്റും. പക്ഷെ അതേപോലെ അവന്മാർ സൂക്ഷിച്ച് അത്രയും ഒരു ഇതായിരുന്നു, സ്നേഹത്തോടുകൂടി. അതാണ് കാരണം, വേറെ അറിയില്ല. ഇന്നത്തെ കാലത്ത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതെല്ലാം കറക്റ്റ്. ബോധമൊക്കെ വീണ സമയത്താണ് എൻ്റെ ഭാര്യയുടെ കൈ തന്നെ ഉണ്ടായിരുന്നു, അവർ കൊടുത്തു. അങ്ങനെ ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് എങ്ങനെയൊക്കെ തിരിച്ചു വന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഇദ്ദേഹത്തിന് ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിരുന്നിട്ട് ഉള്ള ഒരു, നമുക്ക് ആർക്കാണെങ്കിലും അങ്ങനെയാണ്, നമ്മളുടെ കയ്യിൽ നിന്ന് വന്ന ഒരു കാര്യമല്ല, പക്ഷെ നമ്മുടെ കൂടെ ഉള്ളപ്പോഴായിപ്പോയി അങ്ങനെ സംഭവിച്ചത്. അപ്പൊ അല്ലാതെ അപകടത്തിൽ ചാടിച്ചിട്ട് ഇറങ്ങി ഓടിപ്പോയ ഒരാളല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്നത്തെ ഇൻസിഡന്റ് ആണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരു കാര്യം കൂടെ ഉണ്ട്. കാരണം അന്നത്തെ ഇതിൽ തന്നെ ചിന്തിച്ചറിയാം, കൃഷ്ണൻകുട്ടി ചേട്ടൻ എന്ന് വെച്ചാൽ മലയാളക്കാരൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. എല്ലാവരും ഇന്നും ആ വരവേൽപ്പും അറിയാമല്ലോ, കാക്കുത്തിക്കാവില്ല, അതൊക്കെ നമുക്കും അറിയാം. പക്ഷെ ആ ഒരു ഇതും കൂടെ എനിക്ക് ഭയം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും നല്ലൊരു നടൻ എൻ്റെ ഇത് കൈപ്പിഴ കൊണ്ട് സംഭവിച്ചാണല്ലോ എന്നുള്ളൊരിത് ഇത് മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. കാരണം എത്രയോ സിനിമയിൽ അഭിനയിക്കാനുള്ളത് ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ സംഭവിച്ചതിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ. അതാണ് ഇദ്ദേഹത്തിന് നമ്മളോട് ഈ ഒരു ഇതിലൂടെ പറയാനുള്ളത്. അപ്പം അത് നമ്മളുടെ ആ അമ്മ കാണാനിടവരട്ടെ, ഞാനും കൊടുക്കാം, അയച്ചു കൊടുക്കാം. അമ്മ കാണാനിടവരട്ടെ, അമ്മയുടെ തെറ്റിദ്ധാരണയൊക്കെ മാറട്ടെ, ചേട്ടന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടട്ടെ. സമാധാനമായി. പക്ഷെ ഒരിക്കൽ നേരിട്ട് അമ്മയെ ഒന്ന് ചേച്ചി ഒന്ന് കാണണമെന്നുണ്ട് എനിക്ക്. കാരണം അത് അതിന് സാധിക്കട്ടെ, സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, സാധിക്കട്ടെ. ഞങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നു.